ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ പെരട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി മെയിനായിട്ട് വേണ്ടൊരു സംഭവം എന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് കുറച്ച് കൂടുതൽ എടുക്കണം. അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. ചെറിയ ഉള്ളി ഇട്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ, പെരുംജീരകം പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി വേണം, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് 1/2 ടീസ്പൂണ് മതി. ഇനി നമ്മൾ മല്ലിപ്പൊടി അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഇത് കാശ്മീരി മുളകാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എരിവ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കിയാൽ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ടാൽ മതി, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. സ്പൂണിനേക്കായി നല്ല കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇനി ഇതൊന്ന് 1/2 മണിക്കൂർ കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഇത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 എണ്ണം മതി, ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. വാടി വന്നാൽ പോരാ, അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കനിൽ സവാള നന്നായിട്ടൊന്ന് മുരിയണം. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളവിടെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിക്കനും മീനൊക്കെ നമുക്ക് പല പല രീതിയിൽ ഉണ്ടാക്കി നോക്കാമല്ലോ, എന്നും ഒരുപോലെ വേണ്ട. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടാൽ തന്നെ ചിക്കനിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു നാടൻ ടേസ്റ്റാണിത്. കഴിച്ചാലേ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ആവി വരണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് അടച്ചു വയ്ക്കണുള്ളൂ. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഒഴിക്കണില്ല, ഒരു 1/2 ഗ്ലാസ് ഞാൻ ഒഴിക്കണുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ വേവാനൊരു 15 to 20 മിനിറ്റ് വേണമല്ലോ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനൊക്കെ വെക്കുമ്പോൾ അധികം നമ്മൾ കട്ടിയുള്ള പാത്രത്തിൽ വെക്കലാണ് നല്ലത്. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നോൺ സ്റ്റിക്കിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ കട്ടിയുള്ള ചീനച്ചട്ടിയൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എരിവും ഉപ്പും ഒക്കെ അല്ലേ ഒന്ന് നോക്കുക. ഇനി നന്നായിട്ട് ഈ മസാലയ്ക്ക് ഒന്ന് വറ്റി വരണം. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 15-20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്രൈ ആയി വരണം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോഴാണ് കറക്റ്റ് പാകമാവുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ടത് അവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടില്ലേ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. ഒരു അടിപൊളി മസാലയാണ് ഇതിൻ്റെ. ഇതെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഞാൻ ചിക്കൻ വേറെയും റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാതും ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ റെഡിയായ ഉടനെ കഴിക്കാൻ നിൽക്കരുത്. കുറച്ച് സമയമൊന്ന് വെക്കണം. അപ്പോഴാണ് ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് വെച്ച് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടിത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.